നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 21 കേരളം കണ്ട ഏറ്റവും വലിയ അവകാശ പോരാട്ടത്തിന് തൃശ്ശൂർ നഗരം സാക്ഷിയായി. അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങിയ ദിവസമാണ്. ഒരു പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമങ്ങളോ ഒരുപാട് വാർത്തയാക്കാതെ പോയ ആ സമരം ഒരു അവകാശ പോരാട്ടമായിരുന്നു. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മാന്യമായ വേതനത്തിന് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടം. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും കാര്യമായിട്ടുള്ള രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുക്കാതെ പോയി. ഒരുപക്ഷെ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളായിട്ടുള്ള മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നോ കിട്ടുന്ന പ്രഷറായിരിക്കാം സ്വാഭാവികമായിട്ടും. പക്ഷേ അവിടെ മാധ്യമധർമ്മം മറന്നുകൊണ്ട് കാണിച്ചിരിക്കുന്നത് ഒരു അവഗണന എന്ന് പറയേണ്ട കാര്യം മാന്യമായി ജീവിക്കാൻ ഈ രാജ്യത്ത് ലഭിക്കേണ്ട അവകാശങ്ങൾക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരു കാരണവശാലും മാധ്യമങ്ങൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് മാധ്യമധർമ്മം കൊണ്ട് നടക്കരുത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫെബ്രുവരി 21 ആ അവകാശ പോരാട്ടം അവിടെ കൊടുത്തിരിക്കുന്ന തീജ്വാല എന്ന് പറയുന്നത് ആ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഒരു സംശയവും വേണ്ട. മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളാണെങ്കിൽ, പിറന്ന മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളാണെന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളിൽ ഇതിനേക്കാൾ വലിയ ഭീകരമായ അവകാശ പോരാട്ടങ്ങൾ ഇതേ മണ്ണിൽ പോരാട്ടം തുടരുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കണ്ണടച്ച ദൃശ്യമാധ്യമങ്ങൾ എന്തു ചെയ്യും? വരാനിരിക്കുന്നതൊരു കൊടുങ്കാറ്റാണ്. ചെറിയ കൊടുങ്കാറ്റല്ല. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് 4 വരാനിരിക്കുന്നത് കേരളം കാണാൻ പോകുന്ന, ഇതിനു മുമ്പ് കണ്ടതും അതിനേക്കാൾ വലിയ ശക്തവുമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് തന്നെയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച്, ആരോഗ്യ പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രം 1/3 ജീവനക്കാരെ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പൂർണ്ണമായും സമ്പൂർണ്ണ പണിമുടക്ക് എന്ന രീതിയിലേക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഉറച്ച തീരുമാനത്തോടെ ഇറങ്ങാൻ തയ്യാറാകുന്നു. അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ, ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട ഏത് രീതിയിലുള്ള ത്യാഗവും സഹിക്കാൻ ഓരോരുത്തരും തയ്യാറാകുന്ന നിമിഷം, ഒരു ദൃശ്യമാധ്യമങ്ങൾക്ക് കണ്ണടച്ചാലും കഴിയാത്ത രീതിയിൽ, കേരളത്തിലെ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും തടയാൻ കഴിയാത്ത രീതിയിൽ, കേരളത്തിലെ അധികാര സമൂഹത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ രീതിയിൽ ഈ സമൂഹം തെരുവിലിറങ്ങാൻ പോകുന്നു. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അവരുടെ ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും കുടുംബത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി നെഞ്ചിലേറ്റിക്കൊണ്ട് UN എന്ന പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ അവകാശ പോരാട്ടം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വിജയം തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇതിൻ്റെ അവസാനം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇത് വിജയിച്ചിരിക്കുമെന്നുള്ളത്. തെരുവിലിറങ്ങി നേടിയെടുക്കാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വരുന്ന മാർച്ച് 4 തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൊടുങ്കാറ്റ് പോലെയുള്ള വെള്ള വസ്ത്രധാരികളായിട്ടുള്ള ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുരുട്ടി അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി വരാൻ കാത്തിരിക്കുന്നു. ജയ് ജയ്.